IELTS പരീക്ഷയിൽ ബാൻഡ് സ്കോർ കൂടുന്നവരും ബാൻഡ് സ്കോർ കുറയുന്നവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് അവരിടുന്ന ഹാർഡ് വർക്കിൻ്റെ വ്യത്യാസമല്ല. പൊതുവേ എല്ലാ കൂട്ടരും ഒരേപോലെയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ചിലർക്ക് ചില വാക്കുകൾ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വൊക്കാബുലറി എന്ന് പറയുന്നത് IELTS പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ 8 പുതിയ വാക്കുകളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പുതിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ തന്നെയാണ്. അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകൾ പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട വാക്കുകളാണിവ. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് ഞാൻ പറയുന്ന പ്രാക്ടീസുകൾ ചെയ്താൽ യു ടു ക്യാൻ ഇംപ്രൂവ്. Before I start, I personally want to thank you for being here with me and learning from me. And if you don't know me, hi, I am Pradeep Hariharan. I am an assistant professor of English and also a Cambridge certified English trainer. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. അപ്പോൾ ആദ്യം ഞാനൊരു ഫാക്റ്റ് പറയും, എന്നിട്ടൊരു വാക്ക് ചോദിക്കും. ഏത് വാക്കാണ് നിങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുക, എന്നിട്ട് ഏതാണ് കറക്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഷാൽ വി സ്റ്റാർട്ട്? അപ്പോൾ ദ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്ന ഇതാണ്. ജസ്റ്റ് ലെറ്റ് മീ റെഡ്യൂസ് മൈ സെൽഫ് ഹിയർ. ഡു യു നോ ദ ഫാക്ട് ദാറ്റ് ഹണി നെവർ സ്പോയിൽസ് ഈസ്? അതായത് നിങ്ങൾക്കറിയാമോ, തേന് ഒരു കാലത്ത് കേടുവരില്ല എന്ന് നിങ്ങളോട് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയുക? സർപ്രൈസിങ് എന്നാണോ എസ്റ്റോണിഷിങ് എന്നാണോ പറയുക? അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മുടെ രണ്ടും കറക്റ്റാണ്, പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എസ്റ്റോണിഷിങ് എന്നാണ്. അതായത് ദ ഫാക്ട് ദാറ്റ് ഹണി നെവർ സ്പോയിൽസ് ഈസ് എസ്റ്റോണിഷിങ് എന്ന് പറയണം. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, അത്ഭുതകരമായിട്ടൊരു കാര്യം വരുമ്പോൾ നമ്മൾ എസ്റ്റോണിഷിങ് എന്ന് പറയണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ലെറ്റർ എഴുതാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ ബാഗേജ് നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ കമ്പനിക്ക് എഴുതാം, ഇറ്റ് ഈസ് എസ്റ്റോണിഷിങ് ടു നോ ദാറ്റ് യുവർ കമ്പനി ഹാസ് എ വണ്ടർഫുൾ ട്രാക്കിംഗ് പോളിസി എന്ന് പറയുമ്പോൾ ആ കമ്പനിക്ക് സന്തോഷവും. കാരണം നിങ്ങളുടെ ട്രാക്കിംഗ് വളരെ പെർഫെക്റ്റ് ആണ്, എന്നിട്ടും എൻ്റെ ബാഗ് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ എസ്റ്റോണിഷിങ് എന്ന് പറയുന്നത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഫാക്റ്റാണ്. ബാൻഡ് സ്കോർ കൂടുതൽ ഇടുന്ന സ്റ്റുഡൻസ് എസ്റ്റോണിഷിംഗ് എന്ന് എഴുതും, ബാൻഡ് സ്കോർ കുറയുന്നവർ സർപ്രൈസിംഗ് എന്ന് എഴുതും. ഇനി നമുക്ക് അടുത്തയിലേക്ക് വരാം. ദിസ് ദ സെക്കൻഡ് വൺ. നിങ്ങൾക്കറിയാമോ, ടേർട്ടിൽസ്, അതായത് കടലാമകൾക്ക് അവരുടെ ബട്ടിലൂടെ ബ്രീത്ത് ചെയ്യാൻ കഴിവുണ്ട് എന്നൊരാൾ പറയുകയാണ്. ഇറ്റ് ഈസ് ഡാഷ് ദാറ്റ് സം ടേർട്ടിൽസ് ക്യാൻ ബ്രീത്ത് ത്രൂ ദിയർ ബഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? സ്ട്രേഞ്ച്, അൺയൂഷ്വൽ ഓർ ബിസാർ. കറക്റ്റ് വാക്ക് ബിസാറാണ്. കാരണം ഇറ്റ്സ് എ സ്ട്രേഞ്ച് ടു നോ ദാറ്റ് സംബഡി ക്യാൻ ബ്രീത്ത് ത്രൂ ദിയർ ബഡ്സ്. അപ്പോൾ ഇറ്റ് ഈസ് ബിസാർ ദാറ്റ് സം ടേർട്ടിൽസ് ക്യാൻ ബ്രീത്ത് ത്രൂ ദിയർ ബഡ്സ് നമ്മൾ പറയണം. അപ്പോൾ ബിസാർ എന്ന് പറഞ്ഞ വാക്ക് വളരെ സ്ട്രേഞ്ച് ആൻഡ് അൺയൂഷ്വൽ ആയിട്ട് ഉള്ള വാക്കാണ്. അപ്പോൾ ബാൻഡ് സ്കോർ കുറവുള്ള ആളുകൾ അൺയൂഷ്വൽ എന്ന് എഴുതും, പക്ഷേ ഇറ്റ്സ് ബിസാർ എന്ന് എഴുതുമ്പോൾ നമുക്ക് കുറെ കൂടി എന്താ പറയുക, ആ സ്കോർ കൂടും. കാരണം ഇറ്റ്സ് എ ന്യൂ ആൻഡ് ഗുഡ് വെക്കാബുലറി. ഇനി അടുത്ത ഫാക്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. യുനോ, ഹണി ബീസിന് അറിയാം, ഹണി ബീസ് ഡാൻസിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് നിങ്ങൾക്കറിയാമോ? ദ വേ ബീസ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ ഡാൻസ് ഈസ് എന്താ നമ്മൾ പറയുക? ഈസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, ഈസ് ഇറ്റ് എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് ഓർ ഫാസിനേറ്റിംഗ്? നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ഫാസിനേറ്റിംഗ് എന്നുള്ളതാണ്. കാരണം ചില കാര്യങ്ങൾ, അതായത് ഡാൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ കോൾഡ് ആയിട്ടൊരു റെസ്പോൺസ് ആണ്, അത് ബാൻഡ് സ്കോർ കുറവുള്ളതാണ്. ഫാസിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഇതുണ്ട്, ഇറ്റ് ഈസ് ഫാസിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ. ഓക്കെ ഡിയർ, അപ്പോൾ ഇനി നിങ്ങളൊരു സെൻറ്റൻസ് ഉപയോഗിക്കുക എങ്ങനെയാണ് ഫാസിനേറ്റിംഗ് ഇതാക്കുക എന്നുള്ളത്. കാരണം കേട്ടതുകൊണ്ട് കാര്യമില്ല. ഐ വോണ്ട് യു ടു യൂസ് ഇറ്റ് ഇൻ യുവർ ഓൺ സിസ്റ്റം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഡാഷ് ദാറ്റ് എ ഗ്രൂപ്പ് ഓഫ് ഫ്ലെമിംഗോസ് ഈസ് കോൾഡ് ഫ്ലാംബോയൻസ്. ഫ്ലെമിംഗോസ് എന്ന് പറയുന്നത് ആ പിക്ചറിൽ കാണുന്ന ബേർഡാണ്. അതിൻ്റെ ഗ്രൂപ്പ് ഓഫ് ഫ്ലെമിംഗോസിനെ ഫ്ലാംബോയൻസ് എന്ന് വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യൂരിയസ് എന്നുള്ള വാക്കാണോ ഇൻട്രീഗിങ് എന്ന വാക്കാണോ? ഇറ്റ് ഈസ് ഇൻട്രീഗിങ് എന്നുള്ളതാണ്. അതായത് ഒരു എന്താ പറയുക, ക്യൂരിയസ് എന്ന് പറയുന്നത് ലോ ബാൻഡ് സ്കോർ ഉള്ളവരാണ്, ഇൻട്രീഗിങ് എന്ന് പറയുന്നത് ഹൈ ബാൻഡ് സ്കോർ. അപ്പോൾ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഗ്രൂപ്പ് ഓഫ് ബേർഡ്സിനെ ഫ്ലാമിംഗോസിനെ ഫ്ലാംബോയൻസ് എന്ന് വിളിക്കുമ്പോൾ ഇറ്റ്സ് ഇൻട്രീഗിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വാക്ക് ഉപയോഗിച്ച് നിങ്ങളൊരു സെൻറ്റൻസ് എഴുതണം. ഇനി ഒക്ടോപസുകൾക്ക് 3 ഹൃദയങ്ങളുണ്ട് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇൻക്രെഡിബിൾ എന്ന് പറയും. കാരണം അവിശ്വസനീയം എന്നുള്ളതാണ്. ഹാർഡ് ടു ബിലീവ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെങ്കിലും ഇറ്റ് ഈസ് ഇൻക്രെഡിബിൾ ദാറ്റ് ഒക്ടോപസ് ഹാവ് 3 ഹാർട്ട്സ്. അതായത് 3 ഹൃദയമുള്ള ജീവി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇൻക്രെഡിബിൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇറ്റ്സ് വെരി ഹാർഡ് ടു ബിലീവ് എന്ന് പറയുന്നതിനേക്കാളും ഇറ്റ്സ് ഇൻക്രെഡിബിൾ, അവിശ്വസനീയം എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ അതിനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, കൊയലാസ് എന്ന് പറയുന്ന ആനിമൽസിന് മനുഷ്യൻ്റെ അതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് കേട്ടോ. ഈസ് ഇറ്റ് സ്ട്രൈക്കിംഗ് ഓർ റിമാർക്കബിൾ എന്നുള്ളതാണ്.
അപ്പോൾ ഇറ്റ്സ് റിയലി സ്ട്രൈക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കത് അവിശ്വസനീയമാണ്. കാരണം നമ്മളെ അവിശ്വസനീയമല്ല, ഞെട്ടിക്കുന്നതാണ്. നമ്മളെ അതേപോലത്തെ ഫിംഗർ പ്രിൻ്റ് ഉള്ള ജീവിയാണ് കൊയാലാസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കറിയാമോ, ബനാനാസ് ആൻഡ് സ്ട്രോബെറീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ഡാഷ് ദാറ്റ് ബനാനാസ് ആർ ബെറീസ് ബട്ട് സ്ട്രോബെറീസ് ആർ ഇൻ. അതായത് ബനാനാസിന് ബെറീസ് എന്നുള്ളതിലാണ് പെടുന്നത്, പക്ഷേ സ്ട്രോബെറീന് ബെറി എന്ന വാക്കുണ്ടെങ്കിലും അത് ബെറി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഇസ് ഇറ്റ് ഓഡ്, സ്ട്രേഞ്ച് ഓർ പെക്യൂലിയർ? ഇത് മൂന്നും കറക്റ്റാണ്, പക്ഷേ ഇറ്റ്സ് പെക്യൂലിയർ എന്നുള്ള വാക്കാണ്. അല്ലെങ്കിൽ ഓഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം ബനാനാസിന് ബെറീസ് എന്ന് പറയുന്നത് നമുക്ക് ഇതാകണല്ലോ. അപ്പോൾ നമ്മളിതിൽ ഈ 8 വാക്കുകളാണ് പഠിച്ചത്. എന്തൊക്കെയാണ് ഒന്നുകൂടി ഞാൻ പറയുന്നു. ഇൻ ദ ഫസ്റ്റ് വി ലേൺഡ് അബൌട്ട് എസ്റ്റോണിഷിംഗ് എന്ന വാക്ക് പഠിച്ചു. സെക്കൻഡിൽ വി ലേൺ അബൌട്ട് ബിസാർ. തേർഡ് വി ലേൺ അബൌട്ട് ഫാസിനേറ്റിംഗ്. ദെൻ വി ലേൺഡ് അബൌട്ട് ഇൻട്രീഗിങ്. ദെൻ വി ലേൺഡ് അബൌട്ട് ഇൻക്രെഡിബിൾ. ദെൻ വി ലേൺഡ് അബൌട്ട് സ്ട്രൈക്കിംഗ്. ദെൻ വി ലേൺഡ് അബൌട്ട് peculiar or odd. Both are correct. Apo, thank you for watching. I hope this video was useful to you. Please do like and subscribe. I'll see you in another video. Until then, it's your trainer Pradeep Hariharan signing off.